തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വലിയ പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം റംലത്ത് അടക്കമുള്ള വനിതാ ലീഗ് നേതാക്കൾ അവർ സിറ്റിംഗ് കൌൺസിലർ കൂടിയാണ് രാജിവെച്ചിരുന്നു. ഒപ്പം നല്ലളത്ത് പാർട്ടി പ്രവർത്തകർ അവരുടെ സ്ഥാനങ്ങൾ ത്യാഗം ചെയ്ത് അല്ലെങ്കിൽ രാജിവെച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നല്ലളത്ത് നിന്ന് തന്നെയുള്ള ഒരു നേതാവാണ് യു പോക്കർ. അദ്ദേഹം സംസ്ഥാന ഭാരവാഹിയാണ്. എന്താണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മാറാനുള്ള കാരണം? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും എൻ്റെ രാജ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് അവിടുത്തെ തികച്ചും പ്രാദേശികമായി അവിടുത്തെ പ്രവർത്തകരും നേതൃത്വവും തമ്മിലുള്ള തർക്കമാണ്. ഞാൻ തികച്ചും രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി നിലവിലുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കൈക്കൊള്ളുന്ന തൊഴിലാളി അനുകൂല സമീപനവും മറ്റ് നിലപാടുകളും കേരളത്തിന്റെ വികസന സാധ്യതയും ഒരു ഉറച്ച നേതൃത്വം എന്ന നിലയിലൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ മാറ്റം. ഈ 4 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടെയാണ്. താങ്കൾക്ക് പെട്ടെന്നുള്ളൊരു രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പെട്ടെന്നുള്ളൊരു ബോധ്യമല്ല. നമ്മൾ സമീപകാലത്ത് ഞാനൊരു തുടക്കക്കാരനാണ്. നിങ്ങൾ അങ്ങനെ എഴുതിയാണ്, ഞാനിതിലൊരു തുടക്കക്കാരനാണ്. സമീപഭാവിയിൽ ഒരുപാട് പേര് എൻ്റെ മാർഗം സ്വീകരിക്കാൻ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മളെ പ്രേരിപ്പിക്കും. ലീഗിൽ നിന്ന് തന്നെ അല്ല, ലീഗിനോടുള്ള വിയോജിപ്പുണ്ടോ അതോ UDF സംവിധാനത്തോടെ? അങ്ങനെ ഒരു പ്രത്യേക വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലില്ല. തികച്ചും എന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം മാത്രമാണ്. അല്ല, ഇത് ഈ നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, ഈ CPM-നോടുള്ള അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തോടുള്ള യോജിപ്പ് കൊണ്ടാണോ? അത് തീർച്ചയായും നയപരമായ യോജിപ്പ് അതിനൊരു ഘടകമാണ്. അത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഞാൻ ആത്യന്തികമായ ഒരു തൊഴിലാളി പ്രവർത്തകനാണ്. ഞാൻ പിന്നിട്ട വഴികളിൽ കേരളത്തിലെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കിടയിലുള്ള തിരിച്ചറിവ് കേരളത്തിലെ തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ഒരു തൊഴിലാളി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഈ കഴിഞ്ഞ 9 വർഷമായി തുടരുകയാണ് ഭരണം. ഈ ഭരണം ഈ തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു ഭരണമെന്നാണ് താങ്കളിപ്പം വിലയിരുത്തുന്നത്? സ്വാഭാവികമായും. കാരണം ഈ അടുത്ത കാലത്ത് സ്വീകരിച്ചിട്ടുള്ള തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ അവശ ദുർബല ജനവിഭാഗങ്ങളോട് കാണിക്കുന്ന ഒരു കരുണയും കരുതലുമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ കേരളത്തിൽ അത്ര ഒരു സമ്പന്നമായ സാമ്പത്തിക സ്ഥിതിയല്ല ഉള്ളത്. ആ ഗുരുതരമായ പ്രതിസന്ധികൾക്കിടയിലും ഈ പാവങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് എന്റെ നിലപാട്. അല്ലാതെ അതിന് രാഷ്ട്രീയപരമായ മറ്റു മാനങ്ങളോ വ്യാഖ്യാനങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഒന്നുമില്ല. ഈ കേവലം ഈ തൊഴിലാളി പിന്നെ ഈ തൊഴിലാളികളും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളോടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയെ എങ്ങനെ വിലയിരുത്തുന്നു? മുഖ്യമന്ത്രി കരുത്തനായ മുഖ്യമന്ത്രിയാണ്, ഉറച്ച നിലപാടുള്ള മുഖ്യമന്ത്രിയാണ്. അതാണ് കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു സവിശേഷത. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് അഭിമാനകരമായ ഒരു സംഗതിയായിട്ട് ഞാൻ കാണുന്നു. അങ്ങനൊരു ആവശ്യം കൂടെ, അങ്ങനെ ഒരു കാര്യം കൂടെ മുൻനിർത്തിയാണ് വരുന്നത്. തീർച്ചയായും. എന്തായാലും തൊഴിലാളി രംഗത്തെ സജീവ പ്രവർത്തകനായിരുന്നു. ലീഗിന്റെ ട്രേഡ് യൂണിയന്റെ എല്ലാ വശങ്ങളിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ആൾ കൂടിയാണ്. എന്തായാലും പിണറായി വിജയന്റെ ഒരു നേതൃത്വത്തിൽ ആകർഷണനായി അല്ലെങ്കിൽ തൊഴിലാളി ക്ഷേമ പരിപാടികൾ സർക്കാർ നടത്തുന്ന നടപടിക്രമങ്ങളിൽ ആകർഷണനായാണ് ഈ ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ CPM-ലേക്ക് എത്തുന്നത് എന്നാണ് യു പോക്കർ പറയുന്നത്.